ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ കുറച്ച് വെറൈറ്റി വീഡിയോ ആണ്. കാരണം നമ്മുടെ കോമൺ വാഷ് ബേസിൻ നമുക്ക് കൊടുക്കാനായിട്ട് ഡൈനിങ് ഏരിയയിൽ കുറച്ച് സ്ഥലമാണ് നമുക്കുള്ളതെങ്കിൽ, ചെറിയ വീടാണെങ്കിൽ ഡൈനിങ് ഏരിയയിൽ കുറച്ച് സ്ഥലത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കോമൺ വാഷ് ബേസിൻ നമ്മൾ കൊടുക്കാറുണ്ട്. ഈ കോമൺ വാഷ് ബേസിൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഡൈനിങ്ങിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്താണെങ്കിൽ ആരെങ്കിലും വാഷ് ചെയ്യുന്ന സമയത്ത് ഡിസ്റ്റർബൻസ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം വാഷ് ചെയ്യുന്ന ആളുകൾ പല രീതിയിലാണ് വാഷ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഡൈനിങ്ങിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇറിറ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാമെന്നും വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ കോമണിൻ്റെ ഏരിയ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയെടുക്കാമെന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത് നമ്മൾ കോമൺ വാഷ് ബേസിനാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ്ങിൽ നിന്ന് തൊട്ടടുത്ത് അതിൽ നിന്ന് സെപ്പറേറ്റ് നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു ഗ്ലാസിൻ്റെ പാർട്ടീഷൻ തന്നെ കൊടുത്തിരിക്കുന്നു. ആ ഗ്ലാസിൻ്റെ പാർട്ടീഷൻ ചെറിയ രീതിയിലുള്ള എച്ചിങ് കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നീറ്റായിട്ട് അത് നമ്മൾ ഡ്രില്ല് ചെയ്ത് ഉറപ്പിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ നിന്നും സൈഡിൽ നിന്നും ഡ്രില്ല് ചെയ്ത് ഉറപ്പിച്ചിരിക്കുകയാണ്. അത് ശരിക്കും സിമ്പിളായിട്ട് ഒരു ഡോറിൻ്റെ, അതായത് സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ വിൻഡോയുടെ ഏകദേശം ലെവലിൽ തന്നെ, ആ ലെവലിൽ തന്നെയുള്ള ഒരു വർക്ക് ചെയ്തതിന് ശേഷം അവിടെ വെച്ച് ഫിക്സ് ചെയ്തിരിക്കുന്നു. അപ്പോൾ സെപ്പറേറ്റ് കോമൺ വാഷ് ബേസിൻ ഒരു മറയായിട്ട് ഫീൽ ചെയ്യുന്നു. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന സ്വിച്ച് ബോർഡുകളാണ്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന മിറർ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. കോമൺ വാഷ് ബേസിന് മിറർ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് ടേബിൾ ടോപ്പാണ് കൊടുത്തിരിക്കുന്ന വാഷ് ബേസിൻ. ടേബിൾ ടോപ്പ് ആയതുകൊണ്ട് തന്നെ താഴെ നമ്മൾ അതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളും പിന്നെ നമ്മൾ ഉറപ്പിച്ചിരിക്കുന്ന സ്ലാബ് ചെയ്തതിന് ശേഷം 2 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ച് സ്ലാബ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഗ്രാനൈറ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മുടെ വാഷ് ബേസിൻ ഉറപ്പിച്ചിരിക്കുന്നത്, കോമൺ വാഷ് ബേസിൻ ഉറപ്പിച്ചിരിക്കുന്നത്. അതിന് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബേസ് ലൈനാണ് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ വാട്ടർ കണക്ഷനുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കൗണ്ടർ ടോപ്പ് രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ല രീതിയിൽ സേഫ്റ്റി ആയിട്ടും കാണാൻ നല്ല ഭംഗിയായിട്ടും ഇരിക്കും. അതുപോലെ തന്നെ നമ്മൾ സെപ്പറേറ്റ് ഇതിപ്പോൾ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. അതിൻ്റെ നമ്മൾ ഡൈനിങ്ങിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് വാഷ് ബേസിൽ ആ കോമൺ വാഷ് ബേസിൻ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ ആളെയും നമുക്ക് കാണാൻ പറ്റാത്ത രീതിയാണ്. അപ്പോൾ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഡൈനിങ്ങിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് വാഷ് ബേസിൽ കഴുകുന്നത് ഒരു ഡിസ്റ്റർബൻസ് ആവുന്നത് പ്രശ്നമേ ഇല്ല. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്ത് മാറ്റിയെടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു ഐഡിയ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ വേണമെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ പാർട്ടീഷൻ്റെ ബാക്ക് സൈഡ് വേണമെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു LED സ്ട്രിപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്ത് മനോഹരമായിട്ട് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. പല രീതിയിലുള്ള തന്നെ നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഡൈനിങ്ങിൽ നിന്ന് സെപ്പറേറ്റ് തന്നെ മാറി നിൽക്കുന്ന ഒരു ഫീലിങ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ കോമണിൻ്റെ ഏരിയ നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.